എബ്രായന്മാരുടെ രക്തം നൈലിനെ മുക്കിയപ്പോ ഭയപ്പെട്ടൊരു സീസൺ ദൈവത്തിന്റെ ജനത്തിന് പറയാനുണ്ട്. നിന്റെ കുടുംബത്തിൽ രക്തം വ്യാപരിച്ചപ്പോ നീ ഭയപ്പെട്ടൊരു സീസൺ ഉണ്ട്. എന്നാൽ ബൈബിൾ ഇങ്ങനെ പറഞ്ഞൊരു കുഞ്ഞാടിന്റെ രക്തം കട്ടിൽക്കാൽമേലും കുറുമടിമേലും നിന്റെ ലൈഫിനകത്ത് പതിഞ്ഞപ്പോൾ സംഹാരകൻ കടക്കാത്തൊരു ആത്മമണ്ഡലം, പാരമ്പര്യം തൊടാത്തൊരു മണ്ഡലം. എന്നാൽ ആ സർക്കിളിൽ ഞാൻ പറയാം, ആ സൊസൈറ്റിക്കകത്ത് ഒരുവനെ നൈലിന് വിട്ടുകൊടുക്കാതെ, നിന്റെ കുടുംബത്തിനകത്ത് ഒരുവനെ നൈലിന് വിട്ടുകൊടുക്കാതെ ഒരുത്തൻ പരിപാലിക്കുന്നുണ്ട്. അവനെ പൊക്കുന്നത് ഈ അഭിഷേകം. നിന്റെ കുടുംബത്തിന്റെ മോശേ ദൈവം എന്ന് തൊഴുകയാണ്. ആ മോശ ഈ വചനം കേൾക്കുന്ന നിങ്ങളാണ്, ഈ ഞാനാണ്. എന്റെ കുടുംബത്തിന്റെ വിടുതലിന്ന് സംഭവിക്കുന്നത് മാറ്റി നിർത്തപ്പെട്ട സ്വന്തം ഭവനത്തിൽ നിന്നും വേറൊരാളുടെ ഭവനത്തിലേക്ക് അഡോപ്റ്റ് ചെയ്ത ഒരു മോശക്കകത്താണ്. ഒരു മോശക്കകത്താണ്. ഫറവോൻ അറിയാതെ അവന്റെ ഭക്ഷണം കഴിച്ചു. ശത്രു അറിയാതെ അവരെ ദൈവം പരിപാലിച്ചു. നിന്നെ തകർക്കാൻ നോക്കുമ്പോ നിന്റെ കുടുംബത്തിൽ ഒരു മോശ എഴുന്നേൽപ്പിക്കുന്ന രക്തമുണ്ട്. നിന്റെ കുടുംബത്തിൽ ഒരുത്തനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അവന്റെ രക്തത്താലുള്ള വിടുതൽ, ഇറ്റ് ഈസ് പെർമനന്റ്. കുലം നോക്കിയല്ല, വീട് നോക്കിയല്ല, വിദ്യാഭ്യാസം നോക്കിയല്ല. അകത്തുള്ളവരെ സമൂഹത്തിൽ ഒരു വിലയില്ലാതെ ജയിലടക്കപ്പെട്ട ഒരു കള്ളൻ, ഒരു ന്യായമായി വിധി കാത്തിരിക്കുന്നവൻ, പാരമ്പര്യം നോക്കി അവൻ അനുഗ്രഹിക്കപ്പെടത്തില്ല. ദൈവ സാന്നിധ്യത്തിനകത്ത് വിടുതലെന്ന് പറയല്ലേ. പാരമ്പര്യം ഓടയപ്പെടും, പൈശാചിക മണ്ഡലം ഓടയപ്പെടും. നിന്നോടുള്ള വാഗ്ദത്തങ്ങൾ ഈ സീസണിൽ നിറവേറ്റപ്പെടാൻ പോകുകയാണ്.